ഒരു കിഡിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് അത് തന്നെയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടി കാത്തിരുന്ന ഒരു മൂവി തന്നെയായിരുന്നു അത്. ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്ത സമയത്ത് തന്നെ ഷാഹി കബീർ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന് 100% വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമയെ അപ്രോച്ച് ചെയ്തത്. ആൻഡ് ഈ ഒരു അതിന്റെ ആ ഒരു ട്രെയിലർ ആയാലും അതിലത്തെ കട്ട്സ് ആൻഡ് സീൻസ് ആയാലും ശരി, സിനിമയുടെ ഒരു ജോണർ എന്തായിരിക്കും അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഹോൾ ഫീൽ എന്തായിരിക്കും എന്ന് ഓഫർ ചെയ്യുന്ന രീതിയിലായിരുന്നു അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ പടം നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ജോണറിനോട് 100% നീതി പുലർത്തിയിട്ടുള്ള എല്ലാ സെക്ഷൻസും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആൻഡ് ജിത്തു അഷ്റഫ് എന്ന് പറയുന്ന ഡയറക്ടറുടെ അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ഡിബറ്റ് ആണ് ഈ മൂവി. അദ്ദേഹം നമ്മൾ എല്ലാവർക്കും അറിയാം, നായാട്ട്, ഇലവിഴ പൂഞ്ചിറ, അതുപോലെ തന്നെ ഇരട്ട, ഈ സിനിമകളിലൊക്കെ ഒരു മെയിൻ റോള്, കുറെയൊക്കെ നല്ലൊരു പ്രധാനപ്പെട്ട റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ആ ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു റോളും കൂടി അദ്ദേഹം ഏറ്റെടുത്തപ്പോൾ തന്നത് ഒരു കിഡിലൻ സിനിമാറ്റിക് ആൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സീനുകൾ കണ്ടിരിക്കും തോറും ആ ഒരു കഥയിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു മാജിക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ആൻഡ് ഷാഹി കബീർ എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിനാണ് എടുത്തു പറയേണ്ടത്. കാരണം അദ്ദേഹം ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോറി, അതിലേക്ക് നമ്മളിങ്ങനെ പോകും തോറും ഓക്കെ, ഇതുവരെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്, ഇതിൽ എന്താണ് ഒരു യുണീക്ക് ആയിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നിടത്ത് അദ്ദേഹം പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് നൺ അതർ ദാൻ കുഞ്ചാക്കോ ബോബൻ. അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ, അദ്ദേഹത്തിന്റെ ഒരു വൺ മാൻ ഷോ തന്നെയാണ് ഈ സിനിമേനെ മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന്റെ കുറെ ട്രോമാസും അല്ലെങ്കിൽ പ്രസന്റ് സെനാറിയോസ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കാണാനിരിക്കുമ്പോൾ ഹൈലി റിലേറ്റബിൾ അല്ലെങ്കിൽ ഹൈലി ഇമോഷണൽ ആക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഈവൻ അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്കായാലും ശരിയൊക്കെ ആ ഒരു ക്യാരക്ടർ കടന്നു പോയിട്ടുള്ള ഒരുപാട് ഇമോഷണൽ സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. കുറെ ഡിപ്രഷൻ സ്റ്റേജുകളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് ആ ട്രെയിലർ നമുക്ക് കാണുമ്പോഴും അറിയാം. അതിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് അദ്ദേഹം ആ ഒരു പ്രകടനം കാഴ്ചവെച്ചുള്ളത്. ആ സിനിമ തുടങ്ങി ഈ ഒരു ക്യാരക്ടറിന്റെ ഇൻട്രോ തൊട്ട് പിന്നീട് നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സിക്യൂഷനാണ് ഈ സിനിമയിലുള്ളത്. ആൻഡ് പ്രത്യേകിച്ച് പറയേണ്ടത് ഈ സിനിമയുടെ ചില സ്ഥലങ്ങളിലുള്ള ഒരു ഫാസ്റ്റ് പേസിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ, അത് എക്സലന്റ് ആയിട്ടുണ്ട്. കാരണം വെറുതെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതല്ലാതെ ഓക്കെ, അവർ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങനെ 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 ആ ഒരു ഫാസ്റ്റ് പേസിൽ തന്നെ ഈ സിനിമയിൽ നമുക്ക് വളരെയധികം അറ്റാച്ച്മെന്റ് തോന്നുന്ന പല സ്റ്റോറി സിറ്റുവേഷൻസ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതെല്ലാം സ്റ്റോറിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു എഴുത്തായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് അത് എക്സിക്യൂഷനിലേക്ക് വന്നപ്പോൾ എവിടെയും അതിന്റെ സോള് ചോരാതെ അത്രത്തോളം നല്ല രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ജിത്തു അഷ്റഫിന്റെ ആ ഒരു ഡയറക്ഷൻ കൂടി ആയപ്പോൾ സിനിമ വേറൊരു ലെവലിലേക്ക് എത്തി. ആൻഡ് എല്ലാവരുടെയും പെർഫോമൻസ് ആയാലും ശരി, ഇവൻ ആ കുപ്പിയുടെ ക്യാരക്ടറിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് ആയാലും ശരി, ഒരു കിഡിലനാണ്, ഒരു കിഡിലൻ വില്ലൻ ക്യാരക്ടറൈസേഷൻ തന്നെയായിട്ടുണ്ട്. വരുന്ന സീനുകളിലൊക്കെ ഒരു ടെറർ ഫീൽ നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരാനും നമുക്ക് അത്രത്തോളം ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്യാവുന്ന പല സീനുകളിലൊക്കെ ആ ഒരു പെർഫോമൻസുകൾ കാഴ്ചവെച്ചു. ആൻഡ് ഇറ്റ് ഈസ് എക്സലന്റ്. എല്ലാവരും ഒരു എക്സലന്റ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് ഈ സിനിമയുടെ ആ ഒരു സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ചമൻ ചാക്കോ ആണ്. ആസ് യൂഷ്വൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു ജോലി കിഡിലനായിട്ട് തന്നെ ചെയ്തു വെച്ചു. ഈവൻ ചില സീക്വൻസുകളിൽ ഒരു ട്രാൻസിഷൻ എഫക്റ്റുകളൊക്കെ വളരെയധികം യുണീക്ക് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. അത് തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ കാണുമ്പോൾ, ബിഗ് സ്ക്രീനിൽ ഇരുന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു ഫീല് കിട്ടി. ആൻഡ് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, സിനിമാറ്റോഗ്രഫി പ്ലസ് BGM കൂടി ഇത്രത്തോളം ബ്ലെൻഡ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ആ രണ്ടുപേരും മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് പല സീക്വൻസുകളിലും നമുക്കത് കാണാൻ പറ്റും. ആൻഡ് ആ സിനിമയിലത്തെ ഒരു കാർ ചേസിങ് സീക്വൻസ് ആയാലും ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും ശരി, ദിലീപ് സുബ്ബരായൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ കൊറിയോഗ്രാഫർ ആൻഡ് ഒരാൾ കൂടി ഉണ്ട്. ആൻഡ് ഇവർ രണ്ടുപേരും ആണ് ഈ സിനിമയിലെ ആക്ഷൻ കൊറിയോഗ്രഫി സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്താ പറയാ, നല്ല മെനക്കി ചെയ്ത് വെക്കാന്ന് പറയില്ല, നല്ല വൃത്തിക്കും മെനക്കും ചെയ്തു വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ കൊറിയോഗ്രഫി ആണ് ഈ സിനിമയിൽ ശരിക്കും കാണാൻ സാധിച്ചത്. ആൻഡ് എല്ലാം കൊണ്ടും കാണാനിരിക്കുന്ന പ്രേക്ഷകനെ 100%-ഓളം തൃപ്തിപ്പെടുത്തുന്ന ആ ഒരു ജോണറിൽ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പ്ലസ് ഒരു ഇമോഷണൽ ത്രില്ലർ എന്ന് നമുക്ക് പറയാവുന്ന ഒരു ജോണറിനെ നല്ല വൃത്തിക്ക് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് എത്തുമ്പോൾ ഷാഹി കബീറിന്റെ ആ ഒരു സ്കില്ല് എത്രത്തോളം ആണെന്നുള്ളത് നമുക്കറിയാം. ഈവൻ ഇപ്പോ ആദ്യം തൊട്ടുള്ള മൂവീസ്, ഇപ്പൊ ജോസഫ് തൊട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെ എത്തി നിൽക്കുമ്പോൾ ഓരോ സിനിമകളിലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു അതിലത്തെ മെയിൻ ലീഡിങ് ഓഫീസറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം, അത് തന്നെയാണ് ഇവിടെയും
അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഈ ഓരോ സിനിമകൾ കഴിയുന്തോറും കുറേയധികം യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളും ഈവൻ ആ ഒരു പോലീസ് ഓഫീസേഴ്സ് ഒരു കേസ് ഹാൻഡിൽ ചെയ്യുമ്പോഴും അതെ അവരുടെ ആ ഒരു സ്കിൽ സെറ്റുകളൊക്കെ വളരെയധികം എന്താ പറയാ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തിരക്കഥയിലൂടെ. ഇവിടെയും അതെ അത് ഒരു കിഡിലൻ ആയിട്ടുള്ള വർക്കായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഓരോരോ ഫൈൻഡിങ്സ് ആയാലും ശരി, ഇപ്പോൾ ജോസഫിലായാലും ശരി, ആ തുടക്കത്തിൽ ജോജുവിന്റെ ക്യാരക്ടർ വന്ന് ഓരോരോ ഫൈൻഡിങ്സ് കണ്ടെത്തുന്ന സീനുണ്ട്. ആൻഡ് ഇതിലേക്ക് വരുമ്പോഴും അതെ ഓരോ സിനിമകൾ കഴിയും തോറും പോലീസ് ഓഫീസേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഓരോ കേസുകളും അവരെങ്ങനെ അതിനെ ഉറ്റുനോക്കുന്നു, സാധാരണ ഒരു ഒബ്സർവേഷൻ സ്കിൽ അല്ലാതെ അവരെന്തൊക്കെയാണ് കൂടുതലായിട്ടും അനലൈസ് ചെയ്യുന്നത്, ഒരൊറ്റ ആ ഒരു ഫൈൻഡിങ്സിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ തട്ടുക എന്നുള്ള കാര്യങ്ങളെയൊക്കെ ഓരോ സീൻ ബൈ സീനിൽ തന്നെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹരിശങ്കർ എന്ന് പറയുന്ന കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടറിൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ട ഒരു പരിക്കൻ സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപ്രോച്ചുകളൊക്കെ ആ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര എഫേർട്ട് ഇവർ എടുത്തിട്ടുണ്ട്. ഈവൻ കുഞ്ചാക്കോ ബോബനാണ് സ്പെഷ്യൽ മെൻഷൻ അറിയിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഇറങ്ങിയ ബോഗെയിൻ വില്ലയിലെ ആ ഒരു ശരി ആ ഒരു ഡോക്ടർ ക്യാരക്ടറൊക്കെ അദ്ദേഹം എത്ര കിടിലനായിട്ടാണ് ചെയ്തു വെച്ചതെന്ന് നമുക്കറിയാം. ആൻഡ് ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴും അതെ ആ ഒരു സിനിമേനെ താങ്ങി നിർത്തുന്നതിൽ ഇദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് ഒട്ടും ചെറുതല്ല. ആൻഡ് അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു സക്സസിന്റെ ഒരു കാരണം. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരിക്കലും OTT വാച്ച് ആയിട്ട് വെക്കരുത് ഈ മൂവി. കാരണം നമ്മൾ അത്രയും ഒരു തിയേറ്ററിലൊക്കെ പോയി ഈ പടം കാണുമ്പോഴാണ് അതിന്റെ സൗണ്ട് എഫക്റ്റും ഈവൻ ഈ പറയുന്ന BGM, ആക്ഷൻ കൊറിയോഗ്രഫി അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള സിനിമാറ്റോഗ്രഫി, ലീഡിങ് പെർഫോമൻസ് അതിന്റെയൊക്കെ ഒരു ശരിക്കും ഒരു ഫുൾ ഫീലിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. എല്ലാ ആക്ടേഴ്സും ഈവൻ ജഗദീഷാലും പ്രിയാമണി ആൻഡ് ബാക്കിയുള്ള എല്ലാവരും അവരവരുടെ റോള് നല്ല കിടിലനായിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതീക്ഷിച്ചത് എന്താണോ എന്താണോ ഈ മൂവിയെ പറ്റിയിട്ട് പ്രതീക്ഷിച്ച് പോയത് അതിനെ 100% തരാനായിട്ട് ഇതിന്റെ ഹോൾ മേക്കേഴ്സിന് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ കാണാം.